ഹലോ കൂട്ടുകാരെ, ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കീൻവ സീഡ് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. കീൻവ സീഡ് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. ഡയബറ്റിക് പേഷ്യൻസിനും വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല ഒരു പോഷകപ്രദമായ ഉപ്പുമാവാണ്. ഈ സീഡ് വെച്ച് ഉപ്പുമാവ്, പുട്ട്, ദോശ എല്ലാം ഉണ്ടാക്കാം. ഗുണപ്രദമാണ്, ഫൈബർ അടങ്ങിയിരിക്കുന്ന ഇതാണ്. സൂചി ഗോതമ്പിൻ്റെ ഒക്കെ ഒരു ചെറിയ മോഡലായിട്ട് വരും. കടുകിൻ്റെ അത്രയേ ഉള്ളൂ ഇത്. ആദ്യം തന്നെ അളവിനനുസരിച്ച് ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിലിട്ട് 2-3 പ്രാവശ്യം കഴുകി എടുക്കണം. അതിൻ്റെ ചെളിയും സ്റ്റാർച്ചൊക്കെ കുറച്ച് കഴുകിക്കളയണം. കഴുകിക്കളഞ്ഞതിന് ശേഷം അത്രയും വെള്ളത്തിൽ അത് കുതിരാൻ വെക്കണം. ഒരു 10 മിനിറ്റ് വെക്കണം. അതിന് ശേഷം ഇതിനാവശ്യമായ സവോള, പച്ചമുളക്, കാരറ്റ്, കരിവേപ്പില, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂടുതൽ പച്ചക്കറി വേണ്ടവർക്ക് കോളിഫ്ലവർ, ഗ്രീൻ പീസ് ഒക്കെ ചേർക്കാം. ഞാൻ ഇതിലൊരു മുട്ടയും ചേർക്കുന്നുണ്ട്. മുട്ട ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല. അപ്പം ഇത് സവോള, ഇതെല്ലാം പച്ചമുളക് എല്ലാം പൊടിയായിട്ട് ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം. ഈ കുതിരാൻ വെള്ളത്തിൽ വെച്ചിരിക്കുന്ന കീൻവ സീഡ് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കണം. വെള്ളം കളഞ്ഞ് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. കാരറ്റ്, പച്ചമുളക് എല്ലാം നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ ഓപ്ഷൻ കൊടുത്താൽ മതി. അതിനുശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗവിൽ വെച്ച് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനൊരു 3 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഒക്കെ ഇടാം. ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല. കടുക് ഇഷ്ടമുള്ളവർക്ക് കടുക് അതിൽ പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് വരെ നട്ട്സോ കാഷ്യൂനട്ടൊക്കെ പൊട്ടിക്കാം. സവോള, പച്ചമുളക്, കരിവേപ്പില ഇതാകുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കാരറ്റ് ഇട്ടാൽ മതി. അപ്പം ഇതിലേക്ക് ആവശ്യമായ പാകത്തിന് ഉപ്പ്, ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പുപൊടി ഇട്ട് കഴിഞ്ഞ് കാരറ്റ് ഇട്ട് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഇതിന് ആവശ്യമായ വെള്ളം ഒഴിക്കണം. അപ്പോൾ 1 കപ്പ് സീഡിന് 1.5 കപ്പ് വെള്ളം എടുക്കാം. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നാണ് ഇത് വേവേണ്ടത്. ഇത് അല്ലാതെ ഈ 1.5 കപ്പ് വെള്ളം വെച്ച് കീൻവ സീഡും ഇട്ട് വേറെ കുക്കറിലോ അല്ലെങ്കിൽ സ്റ്റൗവിലോ തന്നെ വെച്ച് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ വേവിച്ചെടുത്താൽ ഇതുപോലെ വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ അങ്ങനെ വേവിക്കാത്തത് കൊണ്ടാണ് ഇതിലേക്ക് ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോൾ സീഡും കൂടെ ഇടും. കീൻവ സീഡും കൂടെ ഇട്ടിട്ട് ഒരു 15 മിനിറ്റോളം ഇതിന് വേവിക്കണം. അപ്പോഴത്തേക്കുമാണ് ഈ വെള്ളവും പറ്റി പാകത്തിന് വെന്ത് വരുള്ളൂ. അടച്ചു വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല വെന്ത് വെള്ളമൊക്കെ പറ്റി നല്ല ഉപ്പുമാവിൻ്റെ പരുവത്തിലായിട്ട് കിട്ടും. അപ്പം അതിന് ശേഷമാണ് മുട്ട ചേർക്കേണ്ടത്. ഇത് സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് ആ സ്റ്റൗവിൽ, ആ അടുപ്പിൽ, ആ ചട്ടിയിൽ തന്നെ മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാൻ ഒരു കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവിൻ്റെ അനുസരിച്ച് 2-3 മുട്ട, കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുട്ട ചേർക്കാം. ഇപ്പം 2 പേർക്കുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഞാൻ 1 കപ്പ് സീഡ് കൊണ്ട് 2 പേർക്കുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റ്. മുട്ടയിലേക്ക് ബുൾസൈ പോലെ ആവുമ്പോൾ ഇത്തിരി ഉപ്പും ഇത്തിരി കുരുമുളകും ചേർക്കാം. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ മുട്ടയും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. കീൻവയും സീഡും മുട്ടയും എല്ലാം കൂടെ ചേർത്ത് നല്ല ഇളക്കി ഇതാക്കുമ്പോൾ നല്ല പരുവത്തിൽ
ഫ്രൈഡ് റൈസൊക്കെ പോലെ തന്നെ ഇരിക്കും. അതുപോലെ തന്നെ ഉപ്പുമാവും. എന്തെങ്കിലും കറി കൂട്ടി ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം. വെറുതെയും കഴിക്കാം. കറിയൊന്നും ഇല്ലാതെ ഇത് കഴിക്കാം. കടലക്കറി എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ അത് കൂട്ടി കഴിക്കാം. അല്ലെങ്കിൽ ഇത് തന്നെ ഇങ്ങനെ ചായക്കൊപ്പം കഴിക്കാം. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കി ആസ്വദിക്കണേ. ഓക്കെ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാം. പിന്നെ ഡയബറ്റിക് രോഗികൾക്കൊക്കെയാണ് പ്രത്യേകമായിട്ട് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നത്. വണ്ണം ഉള്ളവർക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് ഇത് കഴിക്കാം. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറൊക്കെ നിറഞ്ഞ് ഫുള്ളാവും. അപ്പോൾ വണ്ണം ഉള്ളവർക്കൊക്കെ വണ്ണം കുറയ്ക്കാനും നല്ല ഇതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.